138 സങ്കീർത്തനം 7 വാക്യം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. ഇന്നത്തെ കഷ്ടതകളിൽ മനസ്സ് തളർന്നു പോകാതിരിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? നാളെയെക്കുറിച്ച് പ്രതീക്ഷയുണ്ടാവുകയാണ് വേണ്ടത്. എന്നാൽ അതെങ്ങനെ സാധ്യമാകും? ഇവിടെയാണ് ദൈവത്തിലുള്ള ആശ്രയം പ്രാധാന്യമുള്ളതാകുന്നത്. ദൈവം സകല കാലത്തിൻ്റെയും അധിപതിയെന്ന് ഗ്രഹിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്താൽ, ആ ദൈവം എനിക്കായി നല്ലൊരു ഭാവി കരുതിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചാൽ, ഇന്നത്തെ പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടാനും അതിജീവിക്കാനും കഴിയും. ഇന്നത്തെ കഷ്ടങ്ങൾ നാളത്തെ നന്മയ്ക്കായുള്ള അടിത്തറ പാകുന്നതാണെന്ന് പ്രത്യാശിക്കാൻ കഴിയും. കഷ്ടത പലർക്കും ജീവിക്കാനുള്ള ആഗ്രഹത്തെ ഇല്ലാതാക്കും. കഷ്ടത മനസ്സിനെ നിരാശയിലാഴ്ത്തി ദുഃഖത്തിനടിമയാക്കും. ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത വിധം മാനസിക തളർച്ചയുണ്ടാക്കും. എന്നാൽ ദൈവ പൈതലിന് കഷ്ടത നാളത്തേക്കുള്ള കരുത്തു നൽകുന്നതും നിത്യമായ പ്രതിഫലങ്ങൾക്കുമുള്ള മുഖാന്തരമാണ്. മരണം പോലും മുന്നിൽ കാണുന്ന കഷ്ടത നേരിടുമ്പോഴും ഒരു ദൈവ പൈതൽ ദൈവം ഈ സാഹചര്യത്തിലും പരിപൂർണ അധികാരവും നിയന്ത്രണവുമുള്ളവനാണെന്ന് വിശ്വസിക്കും. അഥവാ മരിച്ചാലും അതിലൂടെ ദൈവം മഹത്വപ്പെടുമെന്നും ഈ ലോകത്തിനപ്പുറം ശ്രേഷ്ഠമായ പ്രതിഫലങ്ങൾ അവിടുന്ന് നൽകുമെന്നും അത് പ്രാപിച്ച് നിത്യകാലം ദൈവത്തോടൊപ്പം വാഴുമെന്നും നമുക്ക് ഉറപ്പുണ്ട്. ഈ വാക്യത്തിൻ്റെ 2ാം ഭാഗം ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ ദൈവം കൈനീട്ടുമെന്നാണ് പറയുന്നത്. അതിനർത്ഥം ഈ കഷ്ടതയ്ക്ക് പിന്നിൽ ശത്രുവിൻ്റെ ക്രോധമാണ്. മനുഷ്യൻ്റെ സകല കഷ്ടതകൾക്കും കാരണം അവൻ്റെ പാപമാണ്. അതിലേക്ക് അവനെ നയിച്ചത് ശത്രുവായ പിശാചാണ്. ഇന്നും മനുഷ്യകുലത്തെയാകെ നരകത്തിലെത്തിക്കണമെന്ന ലക്ഷ്യത്തോടെ അവൻ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നു. എന്നാൽ ദൈവം അവനെ എന്നേക്കുമായി ശിക്ഷ വിധിച്ച് നരകത്തിലാക്കുന്ന ഒരു ന്യായവിധിയുടെ സമയം ഭാവിയിലുണ്ട്. ദൈവം പാപ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമ്മെ രക്ഷിക്കുന്ന ആ നിത്യതയുടെ സുവർണകാലത്തെ പ്രത്യാശയോടെ നോക്കി പാർക്കണം. അതുമായി താരതമ്യം ചെയ്താൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.